കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാവരും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാവരും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരുണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. ഒരു നേരം നെറിയുമില്ലാതെ തോക്ക് പോലൊരു മൈക്കും തൂക്കി എന്ത് കിട്ടുന്നോ കേൾക്കുന്നോ എന്ത് സംഭവിക്കുന്നോ അത് വെച്ച് വിറ്റ് തിന്നാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം മപ്രകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും യൂട്യൂബ് ചാനൽ കണ്ടാലും ഈ ഒരു സത്യവുമില്ലാത്ത ഇവരുടെ ഈ പ്രകടനങ്ങളും ഈ അഭ്യാസങ്ങളും കാണരുത്. അതിൽ ലെവലേശം പോലും സത്യങ്ങളില്ല. ഒരു കാര്യവുമില്ലാതെ ആളുകളെ മുഴുവൻ എന്തെല്ലാം അഭ്യാസങ്ങളിലൂടെ ഓരോരോ വാർത്തകൾ കാണിച്ച് സുധാകരൻ BJPക്കാരുമായി ചർച്ച നടത്തി, പിന്നെ സുധാകരൻ ഇളവ്, പിന്നെ സുധാകരനും മറ്റോർക്കും ഇളവ്. അത് കഴിഞ്ഞപ്പോൾ വേറൊരു വാർത്ത, സുധാകരൻ്റെ മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കി. ഉടനെ ദീപ്തി മേരി വർഗീസ് BJPയുമായി ചർച്ച നടത്തി എന്ന് വേണ്ട, വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ ഒരു സത്യവും നീതിയും ഇല്ലാതെ നടത്തുന്ന ഈ മഞ്ഞപ്രവർത്തനം, മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൂടാ. എന്നിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ടും യാതൊരു സംഗതിയുമില്ലാതെ ഇങ്ങനെ വാർത്തകൾ ഓരോന്ന് വിട്ടുവിട്ടിരിക്കുക. അവസാനം സുധാകരൻ മെരുങ്ങി ചുരുങ്ങി, പട്ടികയിൽ സുധാകരൻ്റെ പേര്, പിന്നെ പട്ടിക അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ ഉണ്ടാക്കിയത്? വെറുതെ ഇവർക്കൊക്കെ വാർത്തയുണ്ടാക്കാൻ വേണ്ടി ഈ അഭ്യാസങ്ങൾ മുഴുവൻ കാണിക്കാൻ ഒരു കെ സുധാകരൻ്റെ പിന്നിൽ 3-4 നിഴലുകൾ, 3-4 ആളുകൾ, 3-4 തൽപര കക്ഷികൾ. സുധാകരൻ്റെ അവസ്ഥ എന്താ? അദ്ദേഹം പാർട്ടിയിൽ ഒരുപാട് പദവികൾ അലങ്കരിച്ചു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനനുസരിച്ച് അദ്ദേഹം MPയും MLAയും മന്ത്രിയും എല്ലാമായെന്ന് മാത്രമല്ല, ഒരു ജില്ലയിലെ പാർട്ടിയുടെ അവസാന വാക്കായി അദ്ദേഹം മാറി ആ നിലയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനിപ്പോൾ 1 മണിക്കൂർ തികച്ച് വെയിൽ കൊള്ളാനൊക്കില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി അതിനൊന്നും അനുവദിക്കുന്നില്ല. നടന്നു പോകുന്നതും പറയുന്നതുമൊക്കെ കാണുന്നതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തി കുറച്ചു പേർ നടത്തുന്ന അഭ്യാസങ്ങൾ, അതിന് പടക്കം പൊട്ടിക്കലുകൾ, കുറേ പെട്ടിതൂക്കികൾ, കുറേ വായി നോക്കികൾ. 10 വർഷമായി പ്രതിപക്ഷത്ത് നിന്ന ശേഷം ഒരു പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക. ഈ 10 വർഷം കൊണ്ട് ഇതിൻ്റെ തിക്തഫലം അനുഭവിച്ച ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ ആ പാർട്ടിയിലുണ്ട്. അവരുടെ പേരിൽ കേസുണ്ട്, അവരുടെ പേരിൽ ഒരുപാട് നടപടികളുണ്ട്, മറ്റു പല സംഗതികളുമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഫലം എന്തായാലും മറുവശത്ത് ഭരിച്ച മുന്നണി അവരുടെ ശക്തി ഉപയോഗിച്ച് ഭരണം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് സുധാകരന് പഞ്ചായത്ത് ഇലക്ഷന് സീറ്റ് കൊടുത്തില്ല, അതുകൊണ്ട് കുറേ പേര് പടക്കം പൊട്ടിക്കുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന മേൽവിലാസം ഉണ്ടാക്കിയത് കണ്ണൂരല്ലേ? അവിടുന്ന് കിട്ടുന്ന 3 സീറ്റിലാണല്ലോ എന്നും കോൺഗ്രസ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. 100 കിട്ടിയപ്പോഴും അതുപോലെ തന്നെ 72 ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയപ്പോഴും എല്ലാം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏതാണ്ട് കൊട്ടയിലും കോണകത്തിലും കൊള്ളാത്ത അത്രയും വാരിയെടുത്തത്. ആ അഭ്യാസമൊക്കെ കണ്ടാൽ എന്തായാലും ആ അഭ്യാസത്തിനെല്ലാം തിരശ്ശീല വീണു. ഞാൻ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, MPമാർക്ക് ഒരളവുമില്ല എന്നുള്ളത്. അപ്പോഴും എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക ഈ പറയുന്ന മഞ്ഞ മൈക്കുകാർ. മറ്റവർക്ക് 2 പേർക്ക് ഇളവ്, മറ്റവർക്ക് 2 പേർക്ക് ഇളവ്, അവർക്കിളവ് ഇവർക്കിളവ്. ഈ ഇളവ് കിട്ടിയവരാരും അറിഞ്ഞില്ല, മാധ്യമങ്ങളെല്ലാം അറിഞ്ഞു. പിന്നെ എല്ലാവരും BJP പോകാൻ പോകുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ് ഈ പറയുന്നത്? അവസാനം സുധാകരനോട് തടഞ്ഞു നിർത്തി ചോദിക്കുന്ന കണ്ടില്ലേ? സുധാകരൻ്റെ സർവ്വവിധ പിന്നെ പ്രശ്നങ്ങളും തീർന്നു. ഇപ്പോൾ സുധാകരന് സ്വതന്ത്രനാവണ്ട, സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നില്ല. മറ്റേത് 15 സ്ഥലങ്ങളിലെങ്കിലും സുധാകരൻ സ്ഥാനാർത്ഥിയെ നിർത്തും. സുധാകരൻ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. ഉണ്ടാക്കിയ പാർട്ടികളെല്ലാം കിടന്ന് വലിക്കുമ്പോഴാണ് ഇനി അടുത്ത സുധാകരൻ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. ഇതെടുത്ത് വെച്ച് അങ്ങ് തള്ളുക. അത് തള്ളുന്നതിൻ്റെ കാര്യം എന്താ? ഇതിൻ്റെ എതിർവശത്ത് ഇത് പ്രചരിപ്പിക്കാൻ മറ്റു കുറേ കക്ഷികളുണ്ട്.
ആ കക്ഷികളുടെ കിട്ടുമ്പോൾ ഇപ്പുറത്ത് കിട്ടും. റിപ്പോർട്ടർ ചാനലാണെങ്കിൽ രാവിലെ മുതൽ നിലവിളിയാണ്. സുധാകരൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ദീപ്തി മേരി വർഗീസ് അങ്ങോട്ട് പോയി. ഉടനെ ഇപ്പോൾ പുതിയ ബിഗ് ടി വി വന്നായിരുന്നു. സുജയ ചേച്ചി പറഞ്ഞത് സത്യമല്ലാത്തതൊന്നും പറയത്തില്ലെന്നാണ്. സത്യത്തിൽ അത് തുടങ്ങിയ അന്ന് മുതൽ കള്ളമല്ലാതെ വേറൊന്നും പറയുന്നില്ല. സുധാകരൻ്റെ തൻ്റെ അവസാനത്തെ വാക്കുകൾ കേൾക്കാം. പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയിലകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, അങ്ങനെയൊന്നില്ല. ഇല്ല, മത്സരിക്കില്ല, സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാവരും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാവരും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരുണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. പുള്ളി നിൽക്കുന്നില്ല, പുള്ളി സ്വതന്ത്രനുമല്ല. അപ്പോൾ അടുത്ത ചോദ്യം, പിന്നെ എല്ലായിടവും നിർത്തുമെന്ന്. എന്തോ നിർത്തുമെന്നാ?